ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് സിബി. ഞാൻ ഇംഗ്ലണ്ടിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. സൺഡേ ഷാലോം വായനക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പ്രത്യേകമായി ഒരു എപ്പിസോഡ് തയ്യാറാക്കുന്നത്. ഇംഗ്ലണ്ടിലെ ദയാവധവുമായിട്ട് ബന്ധപ്പെട്ട ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ ഒരെണ്ണം അപ്ലോഡ് ചെയ്തത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് വെബ്സൈറ്റിൽ സൺഡേ ഷാലോമിൻ്റെ വെബ്സൈറ്റിൽ അതിൻ്റെ അപ്ലോഡ് ചെയ്തതുകൊണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നടന്ന യുത്തനേസിയ, അതായത് അസിസ്റ്റഡ് സൂയിസൈഡ് ബില്ല് വേണോ വേണ്ടയോ എന്നുള്ള ഫസ്റ്റ് സ്റ്റേജ് വോട്ടെടുപ്പ് നടന്നു. അൺഫോർച്ചുനേറ്റ്ലി അതിൽ ജീവന് വേണ്ടി വാദിക്കുന്നവർ പരാജയപ്പെട്ടു. എന്നാലും സ്റ്റിൽ ദർ ഈസ് എ ഹോപ്പ്. അതിൻ്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ആ വോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാം. അതായത് 330 പേര് യുത്തനേസിയ ദയാവധം വേണമെന്ന് വോട്ട് ചെയ്തപ്പോൾ 275 പേര് ദയാവധം വേണ്ട എന്ന് തന്നെ തീരുമാനിച്ച് വോട്ട് ചെയ്തു. അതായത് 55 പേരുടെ മെജോറിറ്റി മാത്രമേ ദയാവധം വേണമെന്നുള്ളതിന് വേണ്ടി ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഏറെക്കുറെ 5 സീനിയർ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഇതിനെതിരെ വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് ആഞ്ചല റെയ്നർ, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, യൂത്തനേസിയ വേണ്ട എന്ന് വോട്ട് ചെയ്തു. വെസ്റ്റ് സ്ട്രീറ്റിംഗ് ഹെൽത്ത് സെക്രട്ടറി പറഞ്ഞത് ഇത് ഒരു കാരണവശാലും നമുക്ക് വേണ്ട, അതിനെതിരെ വോട്ട് ചെയ്തു. അതേപോലെ ഡേവിഡ് ലാമി, ഫോറിൻ സെക്രട്ടറി, യൂത്തനേസിയക്കെതിരെ വോട്ട് ചെയ്തു. ജൊനാഥൻ റെയ്നോൾഡ്, ബിസിനസ് സെക്രട്ടറി, യൂത്തനേസിയക്കെതിരെ വോട്ട് ചെയ്തു. ഷബാന മൊഹമ്മൂദ്, ജസ്റ്റിസ് സെക്രട്ടറി, യൂത്തനേസിയക്കെതിരെ വോട്ട് ചെയ്തു. ഈ ബില്ല് വോട്ടിങ്ങിനിടുമ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റ് എടുത്തിയൊരു തീരുമാനം എന്നാന്ന് ചോദിച്ചാൽ, MPs allowed according to their conscience rather than the party line. പാർട്ടി പറയുന്നത് പോലെ വെറുതെ വോട്ട് ചെയ്യാനായിട്ടല്ല പറഞ്ഞത്. നിങ്ങളുടെ മനസാക്ഷി അനുസരിച്ച്, നിങ്ങളുടെ മനസാക്ഷി എന്താണോ പറയുന്നത് അതനുസരിച്ച് വോട്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. അതായത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെയുള്ള MPമാരെന്നൊക്കെ പറഞ്ഞാൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. ദേ ആർ കമ്മിറ്റഡ് ഫോർ ദെയർ എംപിഷിപ്പ്. അതുകൊണ്ട് ഒരു നല്ലൊരു കീഴ്വഴക്കമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ് ഡയാൻ ആബട്ട് എന്ന് പറഞ്ഞൊരു MP പറഞ്ഞൊരു കാര്യമുണ്ട്. 1969 ബ്രിട്ടീഷ് പാർലമെന്റ് ക്യാപിറ്റൽ പണിഷ്മെന്റ് അബോളിഷ് ചെയ്തു. അന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു സെന്റൻസ് ഉണ്ട്, സ്റ്റേറ്റ് ഷുഡ് നോട്ട് ബി ഇൻവോൾവ് ഇൻ ടേക്കിംഗ് എ ലൈഫ്. അന്നേരം ഡയാൻ ആബട്ട് പറയുന്നത് ഇറ്റ് വാസ് എ ഗുഡ് പ്രിൻസിപ്പിൾ ഇൻ 1969, സ്റ്റിൽ ഇറ്റ് ഈസ് എ ഗുഡ് പ്രിൻസിപ്പിൾ, സ്റ്റിൽ ഇറ്റ് ഈസ് വെരി റിലവൻറ്റ്. അതുപോലെ ഈ ബില്ലുമായിട്ട് ചർച്ചയ്ക്കെടുത്തപ്പോൾ ഏറെക്കുറെ 5 മണിക്കൂറോളം വളരെ ശക്തമായിട്ട് എമോഷണലി ചാർജിങ് ആയിട്ടുള്ള ഡിബേറ്റാണ് പാർലമെന്ററി നടന്നത്. വളരെയേറെ ശക്തമായിട്ടുള്ള ഡിബേറ്റ്. ഇതിൻ്റെ അകത്ത് ഈ ബില്ല് പരാജയപ്പെടാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ചില വളരെ എക്സ്ട്രീമായിട്ടുള്ള കേസിൽ ദുരിതം അനുഭവിക്കുന്ന ചില കേസുകളൊക്കെ, മോട്ടോർ ന്യൂറോൺ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് ചില കേസുകളുണ്ട്. ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കേസുകളൊക്കെ പരിധി കൂടുതൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് പാസ്സായത്. എന്നാലും സ്റ്റിൽ ദർ ഈസ് എ ഹോപ്പ്. അതുപോലെ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഉരുത്തിരിഞ്ഞു വന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, MPമാർ ചോദിക്കുന്നത് എങ്ങനെയൊരു ഡോക്ടർ ഒരാൾക്ക് 6 മാസം ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്, എങ്ങനെ വിധി എഴുതാനായിട്ട് സാധിക്കും. അതിൻ്റെ അകത്ത് ഒത്തിരിയേറെ തെറ്റുകുറ്റങ്ങൾ പറ്റാമെന്നാണ് അവരുടെ കണ്ടെത്തൽ. അതുപോലെ മെൻ്റൽ കപ്പാസിറ്റി ഉണ്ടോ എന്ന് അസസ് ചെയ്യുന്നത് എത്രത്തോളം റിലവൻ്റ് ആയിരിക്കും. അതിൻ്റെ അകത്ത് ഫ്രോഡായിട്ടുള്ള പരിപാടികൾ നടക്കാമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡാനി ക്രൂഗർ എന്ന് പറഞ്ഞ ഒരു MP വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. അതായത് നമ്മുടെ രാജ്യം ഇപ്പോൾ ചെയ്യുന്നത്, പ്രായമായവരെ കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വാല്യൂ ഉണ്ട്, അവർക്ക് വിലയുണ്ട്. അതേസമയത്ത് അവർക്ക് അസുഖം വന്നു, അവർക്ക് സൊസൈറ്റിക്കൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കാത്തപ്പോൾ നമ്മൾ അവരെ കൊല്ലാനായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു ബില്ലായിട്ടാണ് ഇതിനെ കണ്ടത്.
അതുപോലെ വേറൊരു എം പി പറഞ്ഞൊരു കാര്യം, അതായത് നല്ല രീതിയിൽ ഒരു പ്രോപ്പറായിട്ടുള്ള നല്ലൊരു പാലിയേറ്റീവ് കെയർ, നല്ല ഫാമിലി സപ്പോർട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോകത്തിൽ ഒരാൾ പോലും ദയാവധത്തിന് വേണ്ടി മുന്നോട്ട് ശ്രദ്ധിക്കാനായിട്ട് പോവുക, മുന്നോട്ട് ആവശ്യപ്പെടുകയില്ല. ഇത് ഇന്ന് ഇവിടെ ഇംഗ്ലണ്ടിൽ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ഹെൽത്ത് കെയർ സിസ്റ്റമാണ്, സോഷ്യൽ കെയർ സിസ്റ്റമാണ്, ജുഡീഷ്യൽ സിസ്റ്റമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഭയങ്കരമായിട്ട് ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെയാണ് മുന്നോട്ട് കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം പ്രായമായ ഒരു അപ്പച്ചൻ, അതായത് വീട്ടിൽ അസുഖമായിട്ട് വന്നു, ആംബുലൻസ് വന്ന് ആ മനുഷ്യനെ ആംബുലൻസ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ട്രോളിയിൽ ഹോസ്പിറ്റലിലെ ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിലോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വളരെ തിരക്ക് കാരണം ആ മനുഷ്യൻ ആ ട്രോളിയിൽ തന്നെ കിടക്കേണ്ടി വന്നു. 3 ദിവസം ട്രോളിയിൽ കിടന്നു. പാർക്കിൻസൺസുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കേഷൻ എടുത്തില്ല. ആ മനുഷ്യൻ അഡ്മിറ്റായി മരിച്ചുപോയി. അത്രത്തോളം എക്സസീവ് പ്രഷറാണ്. അതുപോലെ സോഷ്യൽ കെയർ ഞാനൊക്കെ സോഷ്യൽ കെയറിൽ വർക്ക് ചെയ്യുന്നതാണ്. ഫണ്ടിങ്ങിൻ്റെതായ സീരിയസ് പ്രോബ്ലം ഉണ്ട്. ഇതുപോലെ ഫണ്ടിങ് ക്രൈസിസ് ഉള്ളപ്പോൾ ഗവൺമെൻറ് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്, അതൊരു ഇൻഹ്യൂമൻ ഓപ്ഷനാണ്. ഇപ്പം നമ്മുടെ മാതാപിതാക്കൾ മരിക്കാനായിട്ടുള്ള സ്റ്റേജായി, നമ്മളെല്ലാം വിദേശത്താണ്, നമ്മളാരും പൈസ കൊടുക്കാനായിട്ട് വില്ലിങ് അല്ല, നമ്മൾ ഒരു മക്കൾ പോലും പോയി കെയർ ചെയ്യാനായിട്ട് വില്ലിങ് അല്ല, ഒരു മക്കൾ പോലും അതിന് ആ അപ്പച്ചനെ അല്ലെ അമ്മച്ചിയെ ഒരു കെയർ ഹോമിലാക്കുകയോ അല്ലെ വീട്ടിലൊരു കെയർ കൊടുക്കാനോ നമ്മളാരും വില്ലിങ് അല്ല. നമ്മളെല്ലാവരോടും പറയുക അപ്പച്ച അമ്മച്ചി മരിച്ചോ, അതാണ് നല്ലതെന്ന് പറയുന്ന പോലെ ഒരു സ്റ്റേറ്റ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എത്രത്തോളം തിന്മയായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കണം. അതുപോലെ ഇതിൻ്റെ അകത്ത് ഈ ബില്ല് ഹ്യൂമാനിറ്റിക്ക് എഗൻസ്റ്റാന്ന് പറഞ്ഞവരെല്ലാം ഈ പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാവങ്ങളെ സഹായിച്ച് വർഷങ്ങളോളം പരിചയമുള്ളവരാണ് ഈ ബില്ല് ഒരിക്കലും പാസ്സാക്കാനായിട്ട് പാടില്ലെന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു എടുത്തു പറയേണ്ട ഒരു എക്സ്പെർട്ട് ഉണ്ട്, ഇല്ലോറ ഫില്ലെ എന്ന് പറയും. അതായത് വെയിൽസിലെ ആദ്യത്തെ പാലിയേറ്റീവ് കെയർ കൺസൾട്ടൻ്റ് ആണ്. ഇല്ലോറ ഫിൻലേക്ക് ഏറെക്കുറെ 38 വർഷത്തോളം പാലിയേറ്റീവ് കെയറിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ത്രീയാണ്. 10,000 കണക്കിന് ആൾക്കാർക്ക് എൻഡ് ഓഫ് ലൈഫ്, അതായത് ജീവിതത്തിൻ്റെ അവസാനം വളരെയേറെ നല്ല രീതിയിലൊരു ക്വാളിറ്റി മരണത്തിന് വേണ്ടി സഹായിക്കാനായിട്ട് കോമ്പിറ്റൻസ് ഉള്ള ഒരു സ്ത്രീയാണ്. അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ശക്തമായ രീതിയിലുള്ള പാലിയേറ്റീവ് കെയർ സിസ്റ്റം വീണ്ടും നിലവിൽ വരണം. പാലിയേറ്റീവ് കെയറിന് ഇപ്പോൾ UK ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ഓൺലി 31% ഉള്ളൂ. ബാക്കിയുള്ളത് അവർ ജനങ്ങളുടെ അടുത്തുനിന്ന് ചാരിറ്റി ആയിട്ട് കണക്ട് ചെയ്യുകയാണ്. ഇവിടെ ഒത്തിരിയേറെ ചാരിറ്റി ഷോപ്പുകളൊക്കെ ഉണ്ട്, അതിലൂടെ ഫണ്ടിങ് നടത്തുന്നു. അതുപോലെ പൈസക്കാരൊക്കെ അവർ മരണശേഷം അവരുടെ ഇൻഹെറിറ്റൻസ് അവർക്ക് കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു ഫണ്ടിങ് ആണ് പുള്ളിക്കാരത്തി പറയുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പാലിയേറ്റീവ് കെയർ സംവിധാനം വരണം, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വേണം, അതുപോലെ പെയിൻ മാനേജ്മെന്റ്, മെഡിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് വളരെ നല്ല രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെ നിലവിൽ വരണം. അതുപോലെ തന്നെ പുള്ളിക്കാരത്തി ദ റിയാലിറ്റി ഓഫ് അസിസ്റ്റഡ് ഡൈയിങ്, അണ്ടർസ്റ്റാൻഡ് ദ ഇഷ്യൂ, ലോകത്തിലുള്ള പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട യൂത്തനേസിയ, അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബുക്ക് പുള്ളിക്കാരത്തി വേറെ ഒരു ഡോക്ടറുമായിട്ട് പുള്ളിക്കാരത്തി ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും വായിക്കേണ്ടതാണ്. അതുപോലെ പുള്ളിക്കാരത്തി പറയുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഡയഗ്നോസിസ്, പ്രോഗ്നോസിസ് ഇതൊന്നും 100% ശരിയാകണമെന്നില്ല. MP പറഞ്ഞ പോലെ 6 മാസം കൊണ്ട് മരിക്കുമെന്നൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. പുള്ളിക്കാരത്തി പറഞ്ഞ വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടെത്തലുണ്ട്, അത് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. അതായത് UK മരിച്ചു പോയവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷം, അതായത് ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതിയതും മരണശേഷം പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടതും തമ്മിൽ 20% വ്യത്യാസമുണ്ട്. അതായത് ഡെത്ത് സർട്ടിഫിക്കറ്റിൽ എഴുതിയത് ഹാർട്ട് അറ്റാക്ക് ആണെന്നുണ്ടെങ്കിലും മരിച്ചത് വേറെ ചില കാരണങ്ങൾ കൊണ്ടായിരിക്കും. അന്നേരം മനുഷ്യൻ എന്ന് മരിക്കും എന്നുള്ള തീരുമാനമൊന്നും എടുക്കാനായിട്ട് ഇവിടെ ഡോക്ടർമാർക്ക് യാതൊരു അവകാശവും ഇല്ല. അതുപോലെ തന്നെ പുള്ളിക്കാരത്തി പറഞ്ഞ വേറൊരു എക്സാമ്പിളുണ്ട്. അതായത് ഈ പാലിയേറ്റീവ് കെയർ സംവിധാനം ഇംഗ്ലണ്ടിലാണ് അത് ആദ്യമായിട്ട് ഉടലെടുക്കുന്നത്. അതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് സിസിലി സോണ്ടേഴ്സ്. എംഫസൈസ്ഡ് ദ പെയിൻ ഈസ് എ റിസൾട്ട് ഓഫ് സൈക്കോളജിക്കൽ, ഫിസിക്കൽ, സോഷ്യൽ, സ്പിരിച്വൽ കമ്പോണന്റ്. അതായത് നമ്മൾ ഒരു എൻഡ് ഓഫ് ലൈഫിലോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ,
അങ്ങേരുടെ എന്ത് വില കൊടുത്ത് നമ്മൾ പെയിൻ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കണം. സൈക്കോളജിക്കൽ, അതായത് പുള്ളി ലാസ്റ്റ് സ്റ്റേജിൽ പോകുമ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട്, പുള്ളിക്ക് ഒത്തിരിയേറെ സ്നേഹം കൊടുക്കാനും കരുതൽ കൊടുക്കാനായിട്ട് സാധിക്കണം. അതുപോലെ സോഷ്യൽ സപ്പോർട്ട്. ഇറ്റ് മസ്റ്റ് ബി ഫ്രീ സർവീസ്. ഇംഗ്ലണ്ടിലാണേലും കേരളത്തിലാണേലും എവിടെയാണേലും പാലിയേറ്റീവ് ഫ്രീ ആയിട്ട് ചെയ്യണം. ഇറ്റ്സ് എ വെരി വെരി എക്സ്പെൻസീവ് സർവീസ്. അതുപോലെ ഒരു സ്പിരിച്വൽ, അതായത് മരിക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിത്യജീവനെ കുറിച്ചുള്ള ഒരു പേടിയുണ്ടാകും. അന്നേരം ഈ ഒരു മേഖലയിൽ ഫിസിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ, സ്പിരിച്വൽ, ഈ എല്ലാ മേഖലകളിലും ആ വ്യക്തിക്ക് നല്ല സപ്പോർട്ടും ഇൻപുട്ടും കിട്ടണം. അന്നേരം ഇത് നല്ല രീതിയിൽ, ഇപ്പം ഞാൻ പറയാം, നല്ല ഫാമിലി സപ്പോർട്ടുണ്ട്, ഇത് ഫ്രീ ആയിട്ടുള്ളതാണ്, പ്രൊഫഷണൽസ് ഉണ്ട്, പെയിൻ മാനേജ്മെന്റ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ലോകത്തിൽ ഒരു വ്യക്തി പോലും എനിക്ക് യൂത്തനേസിയ വേണമെന്ന് പറയാനായിട്ട് നിൽക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് ഈ ഒരു ബില്ലെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. അതായത് ജീവന്റെ വിലയെക്കുറിച്ചും മനുഷ്യന്റെ അവസാനത്തെക്കുറിച്ചും ഒക്കെ പറയാനായിട്ട് പറ്റിയ ഒരു അവസരമാണ്. അതുകൊണ്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ നമ്മുടെ ഡിസ്കഷനിൽ കൊണ്ടുവരണം. എന്താണ് യൂത്തനേസിയ, എന്താണ് അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ്, എന്താണ് ജീവൻ്റെ വില, എന്താണ് ദൈവം ദാനമായി നൽകിയ ലൈഫ്. വി ഹാവ് ടു ബി സെലിബ്രേറ്റ്. അന്നേരം ഇതിനെക്കുറിച്ച് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ചർച്ചയുമായിട്ട് കാണാം ഒരിക്കൽ കൂടെ. ഓക്കെ ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു.